ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുമ്പോൾ വീട്ടിലെ കുട്ടികളുള്ള വീട്ടിൽ കിഡ്സിനായിട്ട് സെപ്പറേറ്റ് റൂമുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ കിഡ്സ് റൂമിൽ ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മുടെ കിഡ്സ് റൂമിൽ ഷാർപ്പ് കോർണേഴ്സ് ഉണ്ടാകാൻ പാടില്ല. അതായത് കുട്ടികൾ യൂസ് ചെയ്യുന്നതല്ലേ, ഈ കിഡ്സ് റൂമിൽ ഷാർപ്പ് കോർണേഴ്സുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ കിഡ്സ് റൂം ചെയ്യുമ്പോൾ കുറച്ച് കർവ്ഡ് ഷേപ്പിലുള്ള ഡിസൈൻ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൈക്കയുടെ അഡ്ജസ്റ്റും ഒക്കെ വരുമ്പോൾ ഷാർപ്പ് കോർണേഴ്സ് വരുമ്പോൾ അത് കുട്ടികളുടെ മേത്ത് തട്ടി അവർക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷാർപ്പ് അഡ്ജസ്റ്റ് ഒഴിവാക്കുക, ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത് വന്നിട്ട് ഇനിയിപ്പോൾ ഷാർപ്പ് അഡ്ജസ്റ്റ് ഉള്ള പഴയ ഫർണിച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിലിക്കോണിൻ്റെ കോർണേഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സിലിക്കോൺ ഗാർഡ്സ് എന്നൊക്കെ പറയും. അത് നമുക്ക് ഇപ്പോൾ ഈ കോർണറുകളിലൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് തട്ടിയിട്ടുള്ള പരിക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ മൂന്നാമത് മെയിനായിട്ടുള്ള പോയിൻറ്റ് ഗ്ലാസ്. അതായത് കുട്ടികളുടെ റൂമുകളിൽ ഗ്ലാസ് ഉപയോഗിച്ചുള്ള ഡിസൈൻസ് പരമാവധി ഒഴിവാക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് തട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അപകടം പറ്റാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി ഗ്ലാസ് ഒഴിവാക്കിയിട്ടുള്ള പാറ്റേൺസ് നോക്കുക. ഈ 3 ടിപ്സ് ശ്രദ്ധിച്ചാൽ നമ്മുടെ കിഡ്സ് റൂം ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചൊരു സേഫ്റ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ നമുക്കുള്ള പ്രചോദനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ കിഡ്സ് റൂം ഡിസൈൻ ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിഡ്സ് റൂമിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്സ് റൂമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഞാനിവിടെ താഴെ ചെയ്യുന്നതായിരിക്കും. ഇതിന് അടുത്തടുത്ത ഭാഗങ്ങളായിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.